ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ നവ്യെ തിരിച്ചറിയാണ് കേട്ടോ. നയനയെ അങ്ങനെ പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്നൊന്നുമില്ല. പക്ഷേ നവ്യയ്ക്ക് ഒരു വിവരം ലഭിക്കുകയാണ്. നയനയെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡേവിഡും അതുപോലെ നാഗേന്ദ്രയൊക്കെ ചേർന്നിട്ടൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ടെന്നും അങ്ങനെ നയനയെ താമസിക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്നും എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നവ്യ ചിന്തിക്കുന്നുണ്ട്, ഇതിൽ ചില സത്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ എന്ന്. അനഘ അതേസമയം ചില വിവരങ്ങളൊക്കെ നവ്യെ അറിയിക്കുന്നുണ്ട് അബിയെക്കുറിച്ചിട്ട്. അപ്പോൾ നവ്യയ്ക്ക് ബോധ്യമാവുന്നുണ്ട് യഥാർത്ഥ ശത്രുക്കൾ ആരാണ്, ശരിക്കും ഒപ്പം നിന്നുകൊണ്ട് ചതിക്കുന്നത് ഈ ഡേവിഡ് നാഗേന്ദ്രയൊക്കെ തന്നെയല്ലേ എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ നയനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് പറയുന്നുണ്ട്. നയനയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വക്കീലിനോട് നവീനോട് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നവീൻ ചെന്ന് നയനയെ ജാമ്യത്തിലൊക്കെ ഇറക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബി നവ്യയോട് പറയണം, അത് എന്തായാലും എനിക്ക് ജ്വല്ലറിയിൽ കയറണം, അവിടെ ജോലിക്ക് കയറാതിരിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ നയനയുടെ 3-ാം മാസ ചടങ്ങുകളൊക്കെ നടത്തുന്നത്. മുത്തശ്ശൻ പോയില്ലെങ്കിലും മുത്തശ്ശിയും ബാക്കിയുള്ളവരും പോയി. അവർക്ക് ആവശ്യത്തിന് സമ്മാനങ്ങളും കൊടുത്തു. നമ്മളെ മാത്രം ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല എന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, ക്ഷണിച്ചാലും ഞാൻ പോകാൻ പോകുന്നില്ല. നിന്നോടും എന്നോടും ഒക്കെ ഈ വേർതിരിവ് കാണിക്കുന്നവരുടെ കൂടെ പോയി ഇങ്ങനെ ഒരു ചടങ്ങ് ആസ്വദിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല. അതുമല്ല, അവൾ എൻ്റെ അനിയത്തിയൊക്കെ ആയിരിക്കും, പക്ഷേ അവൾ എന്നെ പോലും ഒന്നും ക്ഷണിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പം ജലജ പറയുന്നുണ്ട്, നമ്മളെ ഒന്നും ക്ഷണിക്കുകയല്ല, നമ്മൾ വേണ്ടാത്തവരല്ലേ, ഇനി അഥവാ ക്ഷണിച്ചാലും ആ ഒരു ചടങ്ങ് കാണാനുള്ള മനസ്സൊന്നും എനിക്കില്ല. എൻ്റെ നവ്യെ, നീ ഈ സമയത്തൊന്നും നിനക്ക് ഇതുപോലെ 3-ാം മാസ ചടങ്ങുകളൊന്നും ഇവിടെ നടത്തിയില്ലല്ലോ. അന്ന് നീയും ഇവനും തമ്മിലുള്ള ആ ഒരു വഴക്കിൻ്റെയും പിണക്കത്തിൻ്റെയും പേരിൽ ഇവിടെയുള്ളവർ ആ ചടങ്ങൊക്കെ അങ്ങ് ഒഴിവാക്കി. ഇപ്പം നയനയുടെ കാര്യത്തിൽ കണ്ടോ, എന്തെങ്കിലും ഒഴിവാക്കിയോ? ആദർശും നയനയും അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പോലും അവിടെ ചെന്ന് ചടങ്ങ് നടത്താൻ ഈ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല താല്പര്യമല്ലായിരുന്നോ? ആ മുത്തശ്ശൻ എന്ന് പറയുന്ന അയാൾ മാത്രം പോയില്ല. പക്ഷെ ഞാൻ ചെന്നിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളങ്ങ് പറഞ്ഞു. അപ്പോൾ എന്നെ അവിടെ നിന്ന് ചീത്ത പറഞ്ഞ് ഇറക്കി വിടുക ചെയ്തതെന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, എല്ലാ കാര്യത്തിലും നമ്മളെ അങ്ങ് ഒഴിവാക്കി വിടുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജ്വല്ലറിയിൽ മാനേജരായിട്ട് കയറുക തന്നെ ചെയ്യണം. അതിനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്യണം നവി എന്ന് പറയാം. അപ്പോൾ നവി പറയുന്നുണ്ട്, അത് നീ തീർച്ചയായിട്ടും ജ്വല്ലറിയിലെ മാനേജർ തന്നെ ആകും. അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്യാൻ നീ റെഡി ആയിക്കോ, അതിലൊന്നും സംശയിക്കേണ്ട. അവരുടെ മുന്നിൽ കൂടെ നീ മാനേജരായിട്ട് അവിടെ തന്നെ പോകും ജോലിക്ക്. ഇതെൻ്റെ വാശിയാണ് എന്ന് പറയണം. അപ്പോൾ അബി പറയാ, മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നപ്പം എരണം കെട്ടവനാണ് ഞാൻ ചെന്നതെന്നും പറഞ്ഞ് എന്നെ അവിടെ നാട്ടിപ്പായിക്കാണ്. കിളവൻ ഇപ്പോഴും ആദർശിനോട് തന്നെ താല്പര്യം. ഇനി ആ കിളവൻ്റെ അഭിനയമാണോ ഇതെന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. കാരണം ആദർശിൻ്റെയും നയനയുടെയും ചടങ്ങ് നടക്കുമ്പോഴേ എന്നെ ആട്ടിപ്പായിച്ചെന്ന് പറയാം. അപ്പോൾ ജലജ പറയാം, അത് അഭിനയൊന്നും ആകാൻ വഴിയില്ല, അങ്ങനെ അഭിനയിക്കൊന്നുമില്ല. ആദർശിനെ കാണാൻ ആ സമയത്ത് പോയേനെ, പ്രത്യേകിച്ച് നയനമോളെ. ഇതിപ്പം കിളവൻ്റെ നല്ല ദേഷ്യമായിട്ട് തന്നെ ഇരിക്കുക. എല്ലാവരും പോയത്, പ്രത്യേകിച്ച് അമ്മ പോയത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടുള്ള ദേഷ്യപ്പെടലാ നമ്മുടെ നേരെ എന്നിങ്ങനെ പറയാം. അങ്ങനെ പിറ്റേ ദിവസം അബി ജോലിക്ക് പോകാൻ റെഡിയാകണം. നവ്യ പറയുന്നുണ്ട്, നീ ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഡേവിഡിനെ വിളിച്ച് സെറ്റാക്കുകയാണ് നവ്യ. ഡേവിഡ് ആണെങ്കിൽ കാത്തിരിക്കുകയാണല്ലോ, അടുത്ത ദിവസം ജ്വല്ലറിയുടെ ഇനാഗ്രേഷനാണ്. ആ സമയത്ത് അബി അവിടെ മാനേജരായിട്ട് വാഴിക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഡേവിഡിനും നാഗേന്ദ്രയ്ക്കും. അപ്പം നാഗേന്ദ്ര ഡേവിഡിനെ വിളിച്ച് പറയാം, നാളെയാണ് നമ്മുടെ പുതിയ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം. ആ സമയത്ത് എൻ്റെ മോൻ അബി അവിടെ നീനാൾ വാഴണം. അവിടെ അവനൊരു രാജാവിനെ പോലെ വാഴണം. അതിനുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നവ്യ എന്നെ വിളിച്ച് വച്ചതേ ഉള്ളൂ. അടുത്ത ദിവസം അബി വന്ന് ജോയിൻ ചെയ്യുമെന്ന് അവൾ പറഞ്ഞതേ ഉള്ളൂ. അബി ഇങ്ങോട്ട് വരട്ടെ, അവനെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറയാണ്. അപ്പോൾ ഡേവിഡ് എന്നോട് പറയുന്നുണ്ട്, എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തൽക്കാലം അവനും അവൻ്റെ അമ്മയും അറിയണ്ട. എല്ലാ ഭാഗത്തു നിന്നും വിജയം ഉണ്ടായതിന് ശേഷം ഞാനിവിടെ ഉണ്ട് എന്ന് അവൻ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അവൻ അച്ഛനോടുള്ള സ്നേഹം ഇരട്ടിക്കും. ഇപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരല്പമെങ്കിലും ദേഷ്യം അവൻ്റെ അച്ഛനോട് കാണും. അതുകൊണ്ട് ഞാനാണ് ജ്വല്ലറിയുടെ MD എന്നുള്ള കാര്യമൊന്നും അവൻ അറിയാൻ നിൽക്കണ്ട. പക്ഷേ നമ്മുടെ ജ്വല്ലറിയിൽ ഏതൊരു ചെറിയ കാര്യവും അവനെ പഠിപ്പിച്ചെടുക്കണം, എല്ലാം മനസ്സിലാക്കി എടുക്കണം. ഇനി ഈ ജ്വല്ലറിയുടെ MD സ്ഥാനത്ത് ഇരിക്കേണ്ടവനാ അവൻ, എൻ്റെ മോൻ അബി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഡേവിഡും പറയുന്നുണ്ട്, അത് ശരിയാ, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴേ നീക്കി. ഇനി അഭിമോൻ ഇവിടെ വന്നൊന്ന് ജോയിൻ ചെയ്താൽ മതി എന്ന് പറയാം.
അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നവ്യ പൂജാമുറിയിലേക്ക് വിളിക്കുക അബിയെ. അപ്പോൾ അബി പറയുന്നുണ്ട്, എന്തിനാ ഈ പൂജയും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, എന്തിനാ ഇവിടെ എന്ത് നടന്നാലും കുറേ പൂജയും ചടങ്ങുകളും ഒക്കെ, അതൊന്നും വേണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും പൂജ നടത്തുക ചെയ്യുന്ന കണ്ടിട്ടില്ലേ നീ, മുത്തശ്ശൻ ആദർശിൻ്റെയും നയനയുടെയും കാര്യത്തിൽ എല്ലാത്തിലും ഇവിടെ പൂജ നടത്തുന്നുണ്ട്. അതുകൊണ്ട് നീ ജോലിക്ക് പോകുന്നതിന് മുമ്പ് പൂജാമുറി വന്ന് ചെറിയൊരു പൂജയൊക്കെ നടത്തണം, അത് ഈ വീട്ടിലുള്ളവരൊക്കെ കാണണമെന്ന് പറയാം. അങ്ങനെ അബിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു പൂജയൊക്കെ നടത്തി അബിക്ക് ആരതിയൊക്കെ ഒഴിഞ്ഞ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ദേവയാനിയും ജാനകിയും കൂടി ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഈ മണിയടി ശബ്ദമൊക്കെ കേട്ടിട്ട് ജാനകി ചെന്ന് ദേവയാനിയോട് ചോദിക്കുക, എടത്തി എന്താ ഇപ്പോൾ ഇവിടെ ഒരു പൂജയൊക്കെ രാവിലെ തന്നെ പൂജാമുറിയിൽ മണിയടി ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് ദേ നവ്യയും ജലജയും കൂടിയാ, അബി ഇന്ന് ജോലിക്ക് പോവുകയാണെന്ന് തോന്നുന്നു AM ജ്വല്ലറിയിൽ, അതിന് വേണ്ടിയിട്ട് അവനെ പൂജ നടത്തി ആരതി ഒഴിഞ്ഞ് വിടുന്നതിൻ്റെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാണ്. ആഹാ, അങ്ങനെ ഒരു ചടങ്ങാണോ നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക. അതെ, അങ്ങനെ ഒരു ചടങ്ങ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട് ജാനകി, ആഹാ, ഇനിയിപ്പം അവൻ അവിടെ ചെന്ന് തകർക്കുമല്ലോ, ഇവനെയൊക്കെ ആരാണാവോ അവിടുത്തെ മാനേജരായിട്ട് എടുത്തത്, പല കള്ളക്കേസുകളിലെയും പ്രതിയായ ഇവൻ തന്നെ വേണം അവിടെ മാനേജരായിട്ട് എന്ന് പറയുമ്പോൾ ദേവയാനി പറയാം, അത് നവ്യയുടെ സ്വാധീനം കൊണ്ട് കിട്ടിയതാ, അവൾ അവരുടെ പ്രിയപ്പെട്ട മോഡലല്ലേ, ഈ അനന്തപുരിയിൽ നിന്ന് തന്നെ അവർക്ക് മോഡലിനെ വേണമെന്നുള്ളത് അവരുടെ വാശിയും അവരുടെ ബിസിനസ് തന്ത്രവുമായിരുന്നു. അങ്ങനെ വന്ന നവ്യ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ അബിയെ കൂടി അവിടെ മാനേജറായിട്ട് വെക്കുന്നത്. അതും അവർക്ക് ഒരു ഗമിയാണല്ലോ, മൂർത്തീസ് ജ്വല്ലറിയുടെ ഭാഗമായ അബി അവരുടെ ജ്വല്ലറിയിലെ മാനേജർ എന്ന് പറയുന്നത്. അതൊക്കെ അവരുടെ ബിസിനസ് തന്ത്രമാ ജാനകി എന്ന് പറയാം. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഈ അബിയും ജലജിയൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല, ഈ രീതിയിൽ കുടുംബത്തിൽ തന്നെ കിടന്ന് ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയാൽ എന്നൊക്കെ പറയാം. അപ്പോഴേക്കും അബി പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. ജലജയും നവിയും കൂടി യാത്ര അയക്കാൻ വേണ്ടി വരിക. അപ്പോൾ മുത്തശ്ശനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനോട് അബി അവിടെ നിന്നിട്ട് പറയാം, മുത്തശ്ശ, ഞാൻ ഇന്ന് AM ജ്വല്ലറിയിലെ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ്റെ മുഖമൊക്കെ അങ്ങ് വല്ലാതാകുക, ദേഷ്യം വരിക, മുത്തശ്ശന് നല്ല ദേഷ്യം. അപ്പോൾ മുത്തശ്ശനൊന്നും മിണ്ടാതെ മുഖം ഇങ്ങനെ തിരിക്കുക. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് ചെന്ന് വെച്ച് പറയുക, അതെ, അച്ഛൻ കേട്ടില്ലെന്നുണ്ടോ, അബി അവൻ ജോലിക്ക് പോവാണ്, ഒന്ന് അനുഗ്രഹിച്ച് വിട്ടൂടെ, വേറെ വല്ലവരെയാണെങ്കിൽ അച്ഛൻ അനുഗ്രഹിക്കുമല്ലോ, ആദർശിനെ നയനിയായിരുന്നെങ്കിൽ ഇപ്പോൾ അനുഗ്രഹിച്ച് വിടില്ലായിരുന്നോ, അവനെ കൂടി ഒന്ന് അനുഗ്രഹിച്ച് വിട്, ഈ വീട്ടിൽ നിന്ന് ജോലിക്ക് പുറത്തേക്ക് പോകുന്ന ഒരുത്തനല്ലേ, അവൻ നന്നാകാനുള്ള ചിന്താഗതി കൊണ്ട് മുന്നോട്ട് വരുമ്പം അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശി പറയാം, എടി ജലജ, നിനക്ക് നാണമുണ്ടോ ഇവന് വേണ്ടി വക്കാലത്ത് പറയാനായിട്ട്, നിൻ്റെ മോൻ AM ജ്വല്ലറിയിലോ എവിടെയെങ്കിലും മാനേജരായിട്ട് പോട്ടെ, അവനെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും ഒന്നും ഇവിടെ ആർക്കും നേരെയില്ല, നീയോ അവനെയൊക്കെ ചെയ്ത് കൂട്ടുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ, പിന്നെ നാണമില്ലേ നിനക്ക് ഇവിടെ വന്ന് നിന്ന് അവനെ അനുഗ്രഹിക്കാൻ പറയാൻ. അപ്പോൾ ജലജ പറയാം, അതിനെന്താ, എന്തിനാ നാണിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയാം, വേണ്ട അബി, ആരുടെ അനുഗ്രഹം നിനക്ക് വേണ്ട, അല്ലെങ്കിലും ഇവിടെ ജ്വല്ലറിയിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നത് പോലും ഇല്ലാതാക്കിയവരല്ലേ ഇവര്, അങ്ങനെയുള്ള ഇവരുടെ അനുഗ്രഹവും ആശീർവാദവും ഒന്നും നിനക്ക് വേണ്ട, അല്ലാതെ തന്നെ നീ നല്ലൊരു പൊസിഷനിലെത്തും, നല്ലൊരു ജോലി നിനക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞ് അവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോവാണ്. അങ്ങനെ നവ്യയും അബിയും കൂടി പോവാ AM ജ്വല്ലറിയിലേക്ക്. അങ്ങനെ AM ജ്വല്ലറിയിൽ എത്തുകയും അവിടെ ഒരു ഇനാഗ്രേഷനൊക്കെ നടക്കുകയാണ്. ആ ഇനാഗ്രേഷൻ നടക്കുന്ന സമയത്ത് അവിടെ അബി എത്തുവാണ്. അബി എത്തി അബി അവിടെ മാനേജറായിട്ട് ഡേവിഡ് ഇരുത്തിയിട്ട് അബിയോട് പറയുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, അല്ല, ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല, പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കി നടത്താൻ ശ്രമിച്ചോളാം എന്ന് പറയുമ്പോൾ ഡേവിഡ് കുറച്ചുകൂടെ പൊക്കിയടിക്കുക. ഡേവിഡ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അഭിസാറിനോട് വേറൊന്നും പറയേണ്ടി വരികയല്ലോ, കാരണം എന്താണെന്ന് വെച്ചാൽ മൂർത്തീസ് ജ്വല്ലറിയിലെ മാനേജിങ് ഡയറക്ടർ വരെ ആയ ആളല്ലേ, മൂർത്തീസ് ജ്വല്ലറിയുടെ ഭാഗമല്ലായിരുന്നു, വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇനി ഇവിടെ വന്ന് ജ്വല്ലറി ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം അബിക്കും കുറച്ചുകൂടി അങ്ങ് അഭിമാനമൊക്കെ തോന്നുക. അബി അങ്ങ് ഞെളിഞ്ഞിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, എന്നോട് കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഞാനൊന്നുമില്ലെങ്കിലും അവിടെ വർഷങ്ങളായിട്ട് ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ എന്ന് പറയുമ്പോൾ ഡേവിഡും പറയാം, ശരിയാ, നോക്കിയും കണ്ടും എല്ലാം ചെയ്യണം, ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാം, ഇവിടെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ അബിക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്, പൂർണ്ണ അവകാശമുണ്ട്, അതൊന്നും തടയാനും ചോദ്യം ചെയ്യാനും ഇവിടെ ആരും വരികയില്ല, ഈ ബ്രാഞ്ചിൻ്റെ എല്ലാ കാര്യങ്ങളും അബിക്ക് സ്വയം തീരുമാനിക്കാം എന്ന് പറയാണ്. ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലും അബിയുടെ തീരുമാനങ്ങളെ എതിർത്താൽ അത് നേരിട്ട് എന്നെ അറിയിക്കുകയും ചെയ്യാമെന്ന് പറയുമ്പം അബിക്ക് ഭയങ്കര സന്തോഷവും ഒക്കെ തോന്നുകയാണ്.
അപ്പോൾ ഈ വിചാരിക്കാൻ മനസ്സിൽ ഇവരെന്നെ വലിയ ഒരാളായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, മൂർത്തീസ് ജ്വല്ലറിയിലെ അംഗമായതുകൊണ്ടും മൂർത്തി മുത്തശ്ശൻ്റെ ബലം കൊണ്ടും ഒക്കെയാണ്. പക്ഷേ എന്നാലും എനിക്കിവിടെ കിട്ടുന്ന ഈ പ്രിവിലേജ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര നല്ല കാര്യം തന്നെയാണ്. ഏതായാലും ഇവരെന്നെ അംഗീകരിച്ചല്ലോ, അത് മതി. ഇനി ഞാൻ ഇവിടെ വെച്ചൊരു കളി കളിക്കും. ഇവിടെ നിന്ന് എനിക്ക് നല്ലൊരു ശമ്പളം തന്നെ ഇവർ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ കൂടെ കുറച്ച് കിമ്പളം കൂടെ ഒപ്പിക്കാൻ ഞാൻ അങ്ങ് ശ്രമിക്കും എന്ന് വിചാരിക്കുക. അങ്ങനെ അഭി അവിടെ അഹങ്കാരത്തോടു കൂടി ഇരിക്കുന്നൊക്കെയുണ്ട്. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ നവ്യയ്ക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ പിടികിട്ടുന്നുണ്ട്. അത് നവ്യയുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇതൊക്കെ നവ്യ അറിയുന്നത്. പക്ഷേ നവ്യ ഇത് ആരോടും സംസാരിക്കുന്നൊന്നുമില്ല. നവ്യയുടെ ഒരു ഫ്രണ്ട് നവ്യയെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് നവ്യയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചെറിയ ചതിയൊക്കെ ഉണ്ട് ഈ ജ്വല്ലറിക്കാർ മൂർത്തീസ് ജ്വല്ലറിയോടും കുടുംബത്തോടും ഒക്കെ ചെയ്യുന്നുണ്ട്. ചതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ എന്ന് പറയാണ്. അപ്പോൾ നവ്യ ചോദിക്കും, അതെന്താ ഇപ്പം നിങ്ങൾ അങ്ങനെ പറയാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഫ്രണ്ട് പറയാണ്, ഞാനിവിടെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്നു, പക്ഷേ നിങ്ങളെ അവർ ചതിക്കുകയായിരുന്നു എന്ന് പറയാം. നിങ്ങൾക്കൊരു DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് അവർ കൊണ്ട് തന്നില്ലേ ആ ഡേവിഡ്, അത് സത്യമല്ല എന്ന് പറയാണ്. അപ്പോൾ നവ്യ ഞെട്ടിപ്പോവാം. നവ്യ ചോദിക്കുക, അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ആ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഞാൻ കൂടിയാണ് തയ്യാറാക്കിയത്, അത് ശരിക്കും അതല്ല റിസൾട്ട് എന്ന് പറയാണ്. അബി എന്ന് പറയുന്ന ആളുടെ കുട്ടി തന്നെയാണ് ചന്തുമോളത്ത് പൂർണ്ണമായിട്ടും. പക്ഷെ അവരങ്ങനെ ഒരു റിസൾട്ട് പോലും ഉണ്ടാക്കാതെ വെറുതെ ഒരു പേപ്പറിൽ അടിച്ച് വായാമെന്ന് പറഞ്ഞത് വെറുതെയുള്ള ഒരു കാര്യമാണ്. ശരിക്കും അതൊന്നും അല്ല സംഭവം. നിങ്ങളെ അവർ ചതിക്കുന്നുണ്ട്. അത് എന്തിനാ നവ്യേ എന്ന് അറിയില്ല എന്ന് പറയുമ്പം നവ്യ പറയാം, എന്തിനാ എന്നെ ജ്വല്ലറിക്കാർ അങ്ങനെ പറ്റിക്കുന്നത്? മൂർത്തീസ് ജ്വല്ലറിയോട് അവർക്ക് ശത്രുതയുണ്ടെങ്കിലും ഞാനിപ്പോഴും മൂർത്തീസ് ജ്വല്ലറിയുടെ കൂടെയൊന്നും അല്ലല്ലോ നിൽക്കുന്നത്, ജ്വല്ലറിക്കാരുടെ കൂടെയല്ലേ. പിന്നെ എന്തിനായിരിക്കും അവരത് ചെയ്തത്? ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ ഫ്രണ്ട് പറയാം, തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ കാണും, ഇല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യില്ലല്ലോ. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമൊക്കെ കാണും, അത് കണ്ടുപിടിക്കാൻ വേണ്ടി നവ്യ ശ്രമിക്കണം എന്ന് പറയാം. അങ്ങനെ നവ്യ അതൊക്കെ കേട്ടിട്ട് പോരുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ അവന്തികയും ഡേവിഡും അവന്തികയും ഡേവിഡും അതുപോലെ തന്നെ നാഗേന്ദ്രയും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവന്തികയോട് നാഗേന്ദ്ര പറയുക, മോളെ നീ ആ അനിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ അവന്തിക പറയുന്നുണ്ട്, അല്ല, അവൻ്റെ മനസ്സിൽ ഞാനൊന്നുമില്ല, അവനിപ്പോഴും എന്നെ ഒരു പെങ്ങളെ പോലെ തന്നെ കാണുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ നാഗേന്ദ്ര പറയുന്നുണ്ട്, നീ ആ ചിന്താഗതിയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അവൻ്റെ മനസ്സിൽ അവൻ്റെ പഴയ ഭാര്യ അനാമിക അവളുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അവന്തിക പറയുക, അനാമികയൊന്നും അവൻ്റെ മനസ്സിലില്ല. അനാമിക അവൻ എന്നേ വെറുത്ത് കഴിഞ്ഞതാ. പക്ഷേ അവനെ വളയ്ക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടും അവനങ്ങ് വളയുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അവനൊരു ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു. നയനയുടെ ചടങ്ങിന് വരുമ്പം ആ ഡ്രസ്സ് തന്നെ ഇട്ടോട്ട് വരണമെന്ന് ഞാൻ വാശി പിടിച്ചു. അത് തന്നെ ഇട്ടിട്ടൊക്കെ തന്നെ അവൻ വന്നത്. പക്ഷേ എന്നോട് മനസ്സിൽ വേറൊരു തരത്തിലുള്ള ഇഷ്ടവും അവനുണ്ടെന്ന് തോന്നുന്നില്ല അച്ഛാന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറഞ്ഞു കൊടുക്കുക, നീ അങ്ങനെയൊന്നും ചിന്തിച്ചാൽ പറ്റില്ല. എങ്ങനെ അവനെ വളച്ച് അവനെ വിവാഹം കഴിക്കാൻ നീ ശ്രമിക്കണം. ആദർശിനെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ശ്രമിച്ചോളാം. ആദർശും നയനയും ഇല്ലാതായി കഴിഞ്ഞാൽ മൂർത്തീസ് ജ്വല്ലറിയുടെ എല്ലാം MD കമ്പനികളുടെ എല്ലാം MD അനിയാണ്. അങ്ങനെ ഒരുത്തനെ നീ വിവാഹം കഴിച്ചാലേ ആ മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരി തറവാടുമെല്ലാം നിന്റെ കയ്യിലിരിക്കും. വേറെ ആരും ഒരവകാശവും പറഞ്ഞുകൊണ്ട് വരില്ല. പിന്നെ ആദർശും നയനയും അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ ഇപ്പോഴേ നടത്തിയിട്ടുണ്ട്. ആദർശിനെയും നയനയും ഞാൻ നോട്ടമിട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പം ഉടനെ തന്നെ അവന്തിക പറയുന്നുണ്ട്, അവരിപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തായെങ്കിലും ഒരു പ്രശ്നവും അവർക്കില്ല. കഴിഞ്ഞ ദിവസം നയനയുടെ ചടങ്ങായിരുന്നല്ലോ, ആ ചടങ്ങിന് വീട്ടിൽ നിന്ന് മുത്തശ്ശനൊഴികെയുള്ളവരൊക്കെ പോയി. പിന്നെ അമ്മയും ഏട്ടനും ഒന്നും വന്നില്ല. അതല്ലെങ്കിലും അവരെ അതിനൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അവരെ ക്ഷണിച്ചിട്ടില്ലായിരുന്നു. ക്ഷണിച്ചിരുന്നെങ്കിൽ ചിലപ്പം അവർ എത്തിയേനെ. ബാക്കിയുള്ളവരെല്ലാം ഉണ്ടായിരുന്നു. ചടങ്ങൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. ആർക്കും ഒരു പരാതിയും പരിഭവവും ഒന്നും അവരോടില്ല. ആദർശ് തെറ്റ് ചെയ്തെന്നോ പുറത്തായിരുന്നോ എന്നുള്ള ചിന്ത ആ വീട്ടിൽ ആർക്കും ഇല്ല. മുത്തശ്ശൻ മാത്രം ഇതിലൊന്നും പങ്കെടുത്തില്ല കേട്ടോ. മുത്തശ്ശന് നല്ല ദേഷ്യമായിരുന്നു എന്ന് പറയുമ്പം നാഗേന്ദ്ര പറയാണ്, അത് മതി, ആ ഒരു കാര്യം മതി നമുക്ക്. ആദർശിനോട് മുത്തശ്ശന് ദേഷ്യം ഉണ്ടായല്ലോ. വർഷങ്ങളായിട്ട് ആദർശിനെ കമ്പനിയുടെ MD ആയിട്ട് വച്ചിരുന്നപ്പം എല്ലാ കാര്യത്തിലും മുത്തശ്ശൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതല്ലേ. ഈ കാര്യത്തിൽ ഇപ്പം മുത്തശ്ശൻ അവനോട് ദേഷ്യമായല്ലോ. അത് മതി, ആ ഒരു ലൂപ്ഹോളിൽ പിടിച്ച് നമുക്കങ്ങ് കയറണം. എങ്ങനെയും ആദർശിനെയും നയനെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അവരുടെ കയ്യിൽ ഒരുപാട് കള്ളത്തരം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ വരണം. അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യണം. അതിനും ഈ അച്ഛൻ മടിക്കില്ല. നിന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടും അനന്തപുരി തറവാട് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടും ഈ നാഗേന്ദ്ര ഏതറ്റം വരെയും പോകും എന്ന് പറയുമ്പം അവന്തിക പറയാണ്,
അതെ, അനിയുടെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനം ഉണ്ടാവണം. ഇനിയിപ്പോൾ അവൻ്റെ മനസ്സിൽ മറ്റേതെങ്കിലും പെൺകുട്ടി ഉണ്ടോയെന്ന് അറിയില്ല. നവീനെ പോലെ തന്നെ അവനും അങ്ങനെയെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താവും അച്ഛാന്ന് ചോദിക്കുമ്പം നാഗേന്ദ്ര പറയാ, അങ്ങനെ ഒരു പെൺകുട്ടി അനിയുടെ മനസ്സിലുണ്ടെങ്കിൽ ആ പെൺകുട്ടി ജീവനോടെ ഉണ്ടാവില്ല. ഈ അച്ഛൻ ആ പെൺകുട്ടിയെ ജീവനോടെ വച്ചേക്കില്ല. ഇല്ല മോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. അവൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടാവില്ല. ആ ഒരു പെൺകുട്ടി നീ ആയിരിക്കും. അവനെ നീ എത്രയും പെട്ടെന്ന് വളച്ചെടുത്ത് വിവാഹം കഴിക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ അവൻ്റെ ആദ്യ ഭാര്യ അനാമികയുണ്ടല്ലോ, അവൾ അവകാശവും പറഞ്ഞുകൊണ്ടൊക്കെ വരാൻ താല്പര്യമുണ്ട്. അവളും ഒരു ഇത്തിരി പെശകാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അനിയുടെ മേൽ അവകാശം കൊണ്ട് അവളും തിരിച്ചെത്തും. നമുക്കതിനു മുമ്പേ അനിയെ വെട്ടിപ്പിടിക്കണം എന്ന് പറയാം. അപ്പോൾ അവന്തിക്ക് പറയുന്നുണ്ട്, അല്ല ഞാൻ ആ കാര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ട് അച്ഛാന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ നയനയും ആദർശവും ഒക്കെ ഉണ്ട്. അപ്പം നയനയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാവുകയാണ്. ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാകുമ്പോഴേക്കും അപ്പോൾ ആദർശ് കുറച്ച് ബിസിയാണ്. ആദർശ് ഈ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് സുഖ്ദേവ് സിംഗിൻ്റെ വേഷത്തിൽ AM ജ്വല്ലറിയിൽ കയറി കൂടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആദർശിനൊരു മീറ്റിംഗൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതും കുറച്ച് കാര്യങ്ങൾക്ക് പോകേണ്ടതായിട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നയനയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം ആദർശിനോട് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അയ്യോ എനിക്കിന്ന് വരാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ നയന പറയുന്നുണ്ട്, വരാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല ഒരിക്കലും, ഞാൻ തനിയെ പോയിക്കോളാം ആദർശട്ടാന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ തനിയെ പോയാലൊന്നും ശരിയാവില്ല, അത് ആകപ്പാടെ ടെൻഷനാണ്. വീട്ടിൽ നിന്ന് അമ്മയെ വിളിച്ചിട്ടാണെങ്കിലും നീ പോയിക്കോളാൻ പറയുമ്പം വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, ഡ്രൈവർ ഉണ്ടല്ലോ, ഡ്രൈവറേയും കൂട്ടിക്കൊണ്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ഡ്രൈവറേയും കൂട്ടി നയന പോവുകയാണ്. അപ്പം നയന ഇങ്ങനെ പോകുമ്പോഴേക്കും നയനയ്ക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണല്ലോ നമ്മുടെ ഡേവിഡും അതുപോലെ നാഗേന്ദ്രയും അവന്തികയും. അവർ 3 പേരും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അവന്തിക വന്നിട്ട് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, നയനയുടെ യാത്രയെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഉടനെ തന്നെ നാഗേന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആദർശിനും നയനയ്ക്കുള്ള ആദ്യ ആണിക്കല്ല് നമുക്കങ്ങ് അടിച്ചു തുടങ്ങാം എന്ന് പറയാം. അപ്പോൾ അവന്തിക ചോദിക്കുക, അതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്ത് ആണിക്കല്ല് അടിക്കാമെന്നാണ് ഈ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ നാഗേന്ദ്ര പറയാണ്, ഒരു ചെറിയ പണി അവർക്ക് കൊടുക്കണം, കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പം ഉടനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഡേവിഡ്, എന്താ സാറേ പണി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നയന അവിടുന്ന് പോരുമ്പം എന്ത് ചെയ്യാനാ? അല്ല, നയനയ്ക്ക് ഒരു ചെറിയ പണി കൊടുക്കാം. അവൾക്കൊരു ചെറിയ പണി ഈ സമയത്ത് കൊടുത്താൽ അത് ആദർശിനെയും അനന്തപുരിയിലുള്ളവരെയും എല്ലാവരെയും നന്നായിട്ട് വേദനിപ്പിക്കും. ആ ഒരു വേദനിപ്പിക്കലിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് നാഗേന്ദ്ര പറയാം. എന്നിട്ട് ഡേവിഡിനോടും അവന്തികയോടും ആയിട്ട് പറയുന്നുണ്ട്, നമ്മൾ കുറച്ച് കള്ള സ്വർണം അവളുടെ വണ്ടിയിൽ കയറ്റി വിടും. പോലീസ് റെയ്ഡ് ചെയ്യുമ്പം ആവശ്യത്തിലധികം കള്ളസ്വർണം കടത്തിക്കൊണ്ട് വരുന്നതായിട്ട് മനസ്സിലാവും. അങ്ങനെ കള്ളസ്വർണ്ണ കേസിൽ അവളെ പിടിച്ച് അകത്തിടണം, അതാണ് വേണ്ടതെന്ന് പറയാണ്. അങ്ങനെ ഇതിന് വേണ്ടിയിട്ടായിട്ട് അവർ തീരുമാനിക്കുകയാണ് കേട്ടോ. നമ്മുടെ നയന വരുന്ന വണ്ടിയിൽ ഒരു ബോക്സിൽ കുറേ സ്വർണം കൊണ്ടുവയ്ക്കുകയാണ്. കണക്കിപ്പെടാത്ത കടത്തിക്കൊണ്ട് വരുന്ന സ്വർണ്ണമാണ് കേട്ടോ. അതുകൊണ്ട് വണ്ടിയിൽ വച്ചിരിക്കുകയാണ്. വച്ചിട്ട് ഇവർ സന്തോഷിച്ച് എങ്ങനെ നിൽക്കുകയാണ്. പോലീസിനെ അറിയിക്കണം, പോലീസ് റെയ്ഡ് നടത്തുമ്പോൾ നയനയെ കൂടി അറസ്റ്റ് ചെയ്ത് അകത്തിടുമല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ പോലീസിനെ അറിയിക്കുകയാണ്. നയന ആ വണ്ടിയിലൊന്നും അറിയാതെ പോരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡേവിഡ് വിളിച്ചിട്ട് പോലീസിനെ അറിയിക്കുകയാണ്, നയന എന്ന് പറയുന്ന ആ മൂർത്തീസ് ജ്വല്ലറിയുടെ ഭാഗമായിട്ടുള്ള കുട്ടി സഞ്ചരിക്കുന്ന കാറിൽ കള്ളസ്വർണ്ണമുണ്ട്, അത് മൂർത്തീസ് ജ്വല്ലറി വഴി വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്, ടാക്സ് അടയ്ക്കാത്ത സ്വർണ്ണമാണ്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യണം എന്ന് പറയണം. അങ്ങനെ പോലീസ് നയനയുടെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് നോക്കുമ്പോൾ വണ്ടിക്കകത്തുനിന്ന് കുറേ സ്വർണം കിട്ടുകയാണ്, കള്ളസ്വർണം. അപ്പോൾ തന്നെ പോലീസ് പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പരിപാടിയല്ലേ, കുടുംബത്തിനും ജ്വല്ലറിക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ വണ്ടിയിൽ തന്നെ സ്വർണം കടത്തുകയാണല്ലേ എന്ന് ചോദിക്കുക. അപ്പം നയന ഇതൊന്നും അറിയുന്നില്ല പാവം. നയന പറയാണ്, ഞാനിതൊന്നും അറിഞ്ഞതല്ല സാറേ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറയാം. അപ്പോൾ അവർ നയനെ അറസ്റ്റ് ചെയ്ത് അങ്ങ് കൊണ്ടുപോവുക. നയനെ ആകപ്പാടെ വിഷമിച്ച് അങ്ങ് പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ നവ്യയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് നവ്യയുടെ ഈ രഹസ്യങ്ങളൊക്കെ പറയാണ്. നയനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളസ്വർണ്ണം വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, പോലീസിനെ വിട്ട് അവർ അറസ്റ്റ് ചെയ്യിപ്പിക്കൂ, ഇപ്പോൾ അതിനു മുമ്പേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ എന്ന് പറയാം. അപ്പോൾ നവ്യയുടെ മനസ്സിൽ അങ്ങ് വിഷമം തോന്നുകയാണ് കേട്ടോ, നയനെ അറസ്റ്റ് ചെയ്യും ഈ സമയത്ത്, അതും നയന പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ തന്നെ നവ്യ മനസ്സിലാക്കുകയാണ്, ഈ ജ്വല്ലറിക്കാർ അനന്തപുരിക്കാരുടെ ബന്ധുക്കളൊന്നുമല്ല, ശത്രുക്കൾ തന്നെയാണ്, അവരെന്നോടും എല്ലാവരോടും ശത്രുത തന്നെയാണ്, എന്തോ വൈരാഗ്യം വെച്ച് അനന്തപുരി തറവാടിനെ തകർക്കാൻ നടക്കുന്നവരാണെന്ന് നവ്യയ്ക്ക് മനസ്സിലാകുക. അങ്ങനെ എങ്ങനെയെങ്കിലും നയനെ പുറത്തിറക്കാൻ വേണ്ടി ആ സമയത്ത് നയനയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ലോക്കപ്പിൽ അടച്ചിരിക്കുകയാണ്. അപ്പം നന്ദു അവിടെ എത്തുന്നുണ്ട്. പക്ഷേ നന്ദുവിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇങ്ങനൊരു കേസാണ്, അതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള വകുപ്പൊന്നുമില്ല.
അതുകൊണ്ട് തന്നെ നയനയെ ലോക്കപ്പിൽ അടയ്ക്കുകയാണ്. അപ്പം നന്ദുവിനോടും പറയുന്നുണ്ട് നയന, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മോളെ, ഞാൻ കൊണ്ടുവന്ന സ്വർണ്ണമല്ല, ഇത് ചതിയാണെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ചേച്ചി, ഇത് ചതി തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമുക്കിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു വക്കീലിനെ കണ്ട് ജാമ്യമൊക്കെ എടുക്കേണ്ടി വരുമെന്ന് പറയാം. ആ സമയത്ത് നമ്മുടെ നവ്യ ഈ വിവരം അറിഞ്ഞിട്ട് നവീനെ വിളിക്കുക. നവീനെ വിളിക്കുമ്പം നവീൻ ആ ഫോൺ എടുത്തു കഴിയുമ്പോൾ നവീനെ നവ്യാണ് എന്ന് പറയുമ്പോൾ തന്നെ ദേഷ്യം വരിക. കാരണം നവ്യയുടെ സ്വഭാവം നവീൻ അത്ര ഇഷ്ടമൊന്നുമില്ലല്ലോ. അപ്പം നവീനോട് പറയാണ്, എനിക്ക് നവീനോട് ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം എന്ന് പറയാം. അപ്പം നവീൻ ചോദിക്കുക, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, ഒരു ഇൻഫർമേഷൻ തരാനാണ്. നയനെ അവിടുന്ന് പോകുന്ന വണ്ടിയിൽ ആരോ കുറച്ച് കള്ളസ്വർണ്ണം വെച്ചിട്ടുണ്ട്, അത് നയനെ കൊണ്ടുവന്നൊന്നും അല്ല, പക്ഷേ അത് മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് ചെയ്തതാണ് എന്ന രീതിയിൽ നയനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വിധേനയും നയനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ടൊക്കെ നവീൻ ശ്രമിക്കണം. ഇത് ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞ വിവരമാണെന്ന് പറയുക. അപ്പോഴും നവീൻ അത് വിശ്വസിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നവീ പറയുക, തീർച്ചയായും നയനെ ജാമ്യത്തിൽ ഇറക്കണം, അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇതാരും അവളെ ചതിച്ചത് തന്നെയാണെന്ന് പറയാം. അങ്ങനെ നവീൻ പോലീസ് സ്റ്റേഷനിൽ ജാമ്യത്തിനായിട്ടൊക്കെ ചെല്ലുന്നുണ്ട്. അങ്ങനെ അതേസമയം ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ് നമ്മുടെ നയനെ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ വളരെയധികം വിഷമിച്ച് ആ ലോക്കപ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതേസമയം നമ്മുടെ നവീൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ എടുക്കും. ആ നവ്യയ്ക്ക് അതേസമയം ഈ AM ജ്വല്ലറിക്കാരുടെയും മറ്റും കള്ളത്തരങ്ങൾ മുഴുവൻ മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനി ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ എപ്പിസോഡുകൾ വരാനുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്